നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധിയായ ആരാധനാലയങ്ങൾ ഉണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അടയാളപ്പെടുത്തുന്ന ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. പലപ്പോഴും ശബരിമല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അത് ചിലപ്പോഴെങ്കിലും വിവാദങ്ങളിൽ പെട്ടുകൊണ്ടും ആയിരിക്കും. നമുക്ക് ഓർമ്മയുണ്ട്, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ നൽകിയിരുന്നത് അവിടെ നടന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് ആയിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയത് വലിയ തോതിൽ ചർച്ചയായത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് ശബരിമലയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലേ എന്ന് പോലും തോന്നിപ്പോകും. സ്പോട്ട് ലൈവ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികൾ എന്ന് സൂചന. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം പിരിച്ചുവെന്നാണ് സംശയിക്കുന്നത്. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി. ഇക്കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദമായി പരിശോധിച്ചു. വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഭക്തിയുടെ മറവിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയോ എന്ന സംശയം ആണ് ഉയരുന്നത്. ആ സൂചനകളിലേക്ക് പോകുന്ന എന്തെല്ലാം വിവരങ്ങൾ ആണ് വിജിലൻസിന് ലഭ്യമായിട്ടുള്ളത്? അഭിലാഷ്, ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർ മാത്രമല്ല, ഭക്തിയുടെ മറവിൽ ഇത്തരത്തിൽ വലിയ കച്ചവടക്കാർ നേരത്തെയുമുണ്ട്. പലരും പല സ്വാമിമാരുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന നിരവധി ആളുകൾ നേരത്തെ മുതൽ ശബരിമലയെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. അത്തരത്തിലൊരാളാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്നത്. ദേവസ്വം ബോർഡും ഞെട്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അവർക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി തന്നെ ലഭിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ എന്നയാൾ അവിടെ ദ്വാരപാലക ശില്പങ്ങൾ പ്രതിഷ്ഠയുടെ സ്വർണ്ണപ്പാളികൾ അതിൽ സ്വർണം പൂശാനായി അവിടെ നിന്ന് പ്രധാന സ്പോൺസർ നിലയിലാണ് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇയാൾക്ക് 2019 തന്നെ ഈ സ്വർണം പൂശാൻ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു. അന്നത് കൊടുത്തുവിട്ടതിൽ തന്നെ വലിയ വീഴ്ചകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ എന്നയാൾ അവിടെ നിന്ന് ഇത് കൊണ്ടുപോയി. മുഖ്യ സ്പോൺസറായാണ് അയാൾ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ അയാളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചല്ല ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ തീരുമാനമെടുത്തതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം അയാൾ വലിയ പിരിവ് ഇതിനു വേണ്ടി നടത്തി എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ഇയാൾ അയ്യപ്പ ഭക്തർ, നമുക്കറിയാം അയ്യപ്പ ഭക്തിയിൽ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ ഇയാൾ ഏകോപിപ്പിച്ചു. വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ അയാൾ പിരിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. അതിൽ വ്യവസായികളുണ്ട്, അയ്യപ്പ ഭക്തരുണ്ട്. അവരിൽ നിന്നെല്ലാം വലിയ തുക പിരിച്ച് ഇയാൾ ഈ പേരും പറഞ്ഞ് പിരിച്ചു. പക്ഷേ എത്രത്തോളം അതിൽ ചിലവാക്കിയെന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പിരിച്ച തുകയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തരുടെ പേരിൽ നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹം നടത്താമെന്നൊരു വാഗ്ദാനം ദേവസ്വം ബോർഡ് മുമ്പ് ഒരു പ്രപ്പോസൽ അയാൾ വയ്ക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് അത് തള്ളിക്കളയുകയായിരുന്നു. ഇയാളുടെ ഈ നീക്കത്തിൽ സംശയം തോന്നിക്കൊണ്ടാകണം ദേവസ്വം ബോർഡ് അത് തള്ളിക്കളയുകയായിരുന്നു. ആ വിവാദങ്ങൾ ശക്തമായിരിക്കെ ഇയാൾ മാളികപ്പുറം ക്ഷേത്രത്തിൽ 7 പവൻ്റെ ഒരു മാല സാധാരണഗതിയിൽ ശബരിമലയിൽ നൽകണമെങ്കിലും അത് ദേവസ്വം ബോർഡിനെ അറിയിച്ച് മഹസറിൽ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് പതിവ്. അതൊന്നുമില്ലാതെ നേരിട്ട് ശാന്തിമാരെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ ഇടപാടുകളെല്ലാം ദുരൂഹമാണ്. ഇയാളെപ്പറ്റി വിശദമായ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് സർക്കാർ മുന്നിൽ വച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന് പുറമെ പോലീസിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടാനാണ് സാധ്യത. അധികം വൈകാതെ
പശ്ചാത്തലം അന്വേഷണത്തിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ ഇടപെടലുകൾ. ഒരു കാര്യം കൂടിയുള്ളത്, ഈ ദ്വാരപാലക പ്രതിഷ്ഠയിലെ അതിലെ സ്വർണ്ണം പൂശാനെ കൊണ്ടുപോകും 2019 കൊണ്ടുപോകാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡ് പാലിച്ചിട്ടില്ല എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. കൃത്യമായി അവിടെ നിന്ന് എന്ത് സാധനം കൊണ്ടുപോയാലും അതിന് വിലവെടുപ്പുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഈ നടപടികളൊക്കെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ദ്വാരപാലക ശില്പത്തിൽ പീഠം ഉൾപ്പെടെയുള്ളവ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ, പാളികൾ കൊണ്ടുപോകുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത്തരം നടപടി 2019 ഉണ്ടായിട്ടില്ല. അവിടെ ഇയാളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ആരോ ആയുധമായി ഉപയോഗിക്കുകയോ ആയിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ ഇത്തവണ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു. ഈ കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത്, കൊണ്ടുപോയ ശില്പങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്ന കാര്യത്തിൽ, ഈ പീഠങ്ങളാണോ തിരികെ കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട്. ഏതായാലും അവിടെ ദേവസ്വം ബോർഡ് ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 2019 തന്നെ ഇപ്പോൾ അവർ എല്ലാ നടപടികളും പാലിച്ചെങ്കിൽ പോലും. പക്ഷേ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നത് സംബന്ധിച്ച് വലിയ ദുരൂഹ. ദേവസ്വം ബോർഡ് തന്നെ ഇയാളുടെ പശ്ചാത്തലം, ഇയാൾ ആരാ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയ വിഷയം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഈ ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം, സാധാരണഗതിയിൽ കോടതി അത്ര ഇടപെടൽ നടത്താറില്ല. ഈ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയ സ്പോൺസർമാരുടെ പശ്ചാത്തലം, അവരുടെ സാമ്പത്തിക സ്രോതസ്സടക്കം പരിശോധിക്കണം നിർദ്ദേശം കോടതി നൽകിയിരുന്നു. ഇയാളുടെ ഇൻകം ടാക്സ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഈ ഒരു ആരോപണവുമായി വീണ്ടും കോടതിയിലെത്തുന്നത്. അങ്ങനെ ആ കാര്യം മാറിപ്പോവുകയായിരുന്നു. തൻ്റെ ഈ സ്വത്തുവിവരത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ, തൻ്റെ വരുമാന സോഴ്സ് വെളിപ്പെടുത്താൻ ഉണ്ണികൃഷ്ണൻ തയ്യാറായിരുന്നില്ല. അതുകൂടിയാണ് ഇപ്പോൾ സംശയം വർദ്ധിപ്പിക്കുന്നത്. ആരാണ് ഇയാൾക്ക് എന്താണ് ശബരിമലയിൽ ഇത്രയധികം പ്രാധാന്യം കിട്ടാൻ കാരണം? നേരത്തെയൊക്കെ ഈ ദേവസ്വം ബോർഡ് മനസ്സിലാക്കാൻ കഴിയുന്നത് കീഴ്ശാന്തിമാരുടെ സഹായിയെ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഭക്തൻ എന്ന ലേബലിലാണ് അയാൾ അവിടെ തുടർന്നത്. അതിനുശേഷം വലിയ വ്യവസായി, ഈ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യാൻ സ്പോൺസർഷിപ്പ് നൽകുന്ന ഒരു വ്യവസായി എന്ന ലേബൽ അയാൾക്ക് അവിടെ കിട്ടി. ഇയാളുടെ ഒരു വളർച്ച എന്താണ്, ഇയാളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇയാൾ തിരുവനന്തപുരം സ്വദേശി എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇയാൾ പലപ്പോഴും ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാളുടെ വീടെല്ലാം അവിടെയാണുള്ളത്. ഇയാൾ ഒരു ദുരൂഹ ക്യാരക്ടറായി, ദുരൂഹ വ്യക്തിത്വമായി ഇപ്പോൾ ശബരിമല ചർച്ചകൾ നിറയുകയാണ്. ദേവസ്വം ബോർഡും ഇയാളുടെ പശ്ചാത്തലം അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അവിടെ അരുണി സൂചിപ്പിക്കുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതി എവിടെ എന്ന സംശയം അവിടെ നിലനിൽക്കുന്നു. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിലും ഒക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വസതിയിൽ നിന്നാണല്ലോ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കണ്ടെത്തിയത്. ആ പീഠം എവിടെയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജീവനക്കാരനെയാണ് ഈ പീഠം ഏൽപ്പിച്ചത്. ഈ വിവാദമായ പശ്ചാത്തലത്തിലാണ് പീഠം ഉണ്ണികൃഷ്ണന് ഈ ജീവനക്കാരൻ തിരിച്ചു നൽകിയത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണന്റെ സഹോദരിക്ക് ഇത് ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള പീഠമാണ് എന്ന കാര്യം അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണോ സംശയം? അതിനപ്പുറത്ത് ശബരിമലയിലെ തന്നെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജീവനക്കാരോ ആയോ ആളുകളോ ഒക്കെ ചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഒരു കാരണവശാൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2019 അത്തരമൊരു നീക്കമാണ്, തീർത്തും വഴിവിട്ട നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കോടതിയിലുള്ള പരിഗണന വിഷയമാണ്. കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് 2019 ഇയാൾക്ക് ഇത് സ്വർണ്ണം പൂശാൻ അനുമതി കൊടുക്കുമ്പോൾ, ഇയാളെ സ്പോൺസർ അംഗീകരിച്ച് ഇയാളുടെ കയ്യിൽ സ്വർണ്ണപ്പാളിൽ കൊടുത്തുവിടുമ്പോൾ ഒരു തരത്തിൽ നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡ് പാലിച്ചിട്ട് ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടാനാണ്. അങ്ങനെയൊന്നും ശബരിമലയിലെ ഇത്ര വിലപിടിപ്പുള്ള വസ്തുവകകൾ അങ്ങനെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടാൻ കഴിയില്ല. പോലീസിൻ്റെ കാവൽ വേണം, സംരക്ഷണം വേണം. അങ്ങനെ മാത്രമേ ഇത്രയധികം വിലപിടിപ്പുള്ള സ്വർണം പാളികൾ പുറത്തേക്ക് പോകാൻ കഴിയൂ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡിലെ ഉന്നതർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം. അന്ന് ഇയാളെ വിശ്വസിച്ചോ അല്ലെങ്കിൽ ഇയാൾ അവരെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ കൂടി അറിവോടുകൂടി ഇയാൾ നടത്തിയ തട്ടിപ്പോ ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, അന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എത്ര നാൾ പുറത്തുണ്ടായിരുന്നു, എത്ര നാൾ ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു, മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇത് വച്ചിട്ടുണ്ടോ? കൃത്യമായി ചെന്നൈയിൽ കൊണ്ടുപോയി ഇത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദിവസം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടോ? അതെവിടെയായിരുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ പീഠങ്ങളുടെ കാര്യത്തിലും സമാനമായൊരു ദുരൂഹതയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളിൽ അങ്ങനെ പീഠങ്ങളെ ഇല്ല. ഈ പീഠങ്ങൾ ഈ ദ്വാരപാലക പ്രതിഷ്ഠകൾ കൊണ്ടുവരാൻ ഉള്ള പീഠങ്ങളാണ്. അത് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ
ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലോ മഹസർ രേഖകളിലോ അവരുടെ റെക്കോർഡുകളിലോ ഇത്തരം പീഠങ്ങളെ ഇല്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോൾ കരുതുന്നത് ഈ പീഠങ്ങളുടേത് ഇയാളുടെ ഒരു കെട്ടുകഥയാകാം, അല്ലെങ്കിൽ പീഠങ്ങളുണ്ട്, അത് ഇയാളുടെ വീട്ടിലോ മറ്റെവിടെയോ വച്ചിരുന്ന കാര്യങ്ങളാണ്, ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. ഏതായാലും വലിയ ദുരൂഹത ഇതേ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ പോയ സ്വർണത്തിൻ്റെ വിലയേക്കാൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ശബരിമലയുടെ വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, കാണിക്ക ലഭിക്കുന്നവ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നു. 2019 അത് കോടതി പറഞ്ഞ വളരെ വ്യക്തമായൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 99 മുതൽ ഈ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവമുണ്ട്, കൃത്യമായ നടപടികൾ പാലിക്കുന്നില്ല. ഈ സ്വർണ്ണ കോയിനൊക്കെ, നാണയങ്ങളൊക്കെ വലിയ രീതിയിൽ ശബരിമല ചാക്ക് കണക്കിന് കോയിനൊക്കെ വരാറുണ്ട്. അങ്ങനെ ഭക്തർ തങ്ങളുടെ വലിയ സമ്പാദ്യം ശബരിമലയ്ക്ക് നൽകാറുണ്ട്. അതെല്ലാം ചാക്കുകളിൽ കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായി എണ്ണി രേഖപ്പെടുത്തിയില്ലാത്ത കാര്യങ്ങൾ പുറത്തു വരുന്നു. അവിടെയാണ് ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നത്. അവിടെയാണ് ദേവസ്വം ബോർഡിനെ സംശയം. തീർച്ചയായും അതാണല്ലോ അരുൺ ഏറ്റവും പ്രധാനം. അതായത് വിശ്വാസികൾ വലിയ തോതിൽ അയ്യപ്പന് കാണിക്കയായി നൽകുന്ന ഉരുപ്പിടികളുണ്ട്. അതിൽ സ്വർണ്ണമുണ്ട്, പണമുണ്ട്, മറ്റു പലതുമുണ്ട്. അതൊക്കെ വെള്ളി പോലെയുള്ളവയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നുള്ള ഭക്തർ അതിനൊന്നും ഒരളവേയില്ല. കാരണം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി, അവരുടെ കുടുംബാംഗമായി അയ്യപ്പനെ കാണുകയും അയ്യപ്പനുള്ളത് അയ്യപ്പനെ എന്ന നിലയിൽ അവർ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ശബരിമലയിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ ഒക്കെ അടിച്ചു മാറ്റുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയേണ്ടത്. ഇപ്പോൾ ഈ അരുൺ സൂചിപ്പിച്ച ഈ ചാക്ക് കണക്കിന് സ്വർണം, ഇതൊക്കെ പലപ്പോഴായി ചെറിയ തോതിലൊക്കെ പുറത്തേക്ക് പോകാറുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ കോടതി തന്നെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നേരത്തെ 30 കിലോ സ്വർണം എന്നതിൽ നിന്ന് 4 കിലോയോളം സ്വർണം എവിടെയാണ് നഷ്ടമായത്? അപ്പോൾ ദേവസ്വം ബോർഡിനും അവിടുത്തെ സംവിധാനങ്ങൾക്കും വലിയ അപാകതകൾ സംഭവിക്കുന്നു പുതിയ കാലഘട്ടത്തിലും. ഒരു പക്ഷേ ഇത് ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ ടെക്നോളജി അത്രമേൽ മാറിയിട്ടുണ്ട്. ഈ സൂചിപ്പിക്കുന്ന പോലെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താം, അത്രമേൽ കൃത്യമായ അളവ് തൂക്കങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇത് ദേവസ്വം ബോർഡിനെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ശബരിമലയുടെ സ്വത്ത് വകകൾ ഇത്തരത്തിൽ മോഷണം പോകാതെ അടിച്ചു മാറ്റുന്ന ഒരവസ്ഥയ്ക്ക് ശമനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഓരോ ജീവനക്കാരനും സ്ട്രോങ് റൂമിലേക്കും അല്ലെങ്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന എവിടേക്കും ഈ ശബരിമലയിൽ കയറാൻ കഴിയൂ. അത് കൃത്യമായ വീഡിയോ ചിത്രീകരണം ഉണ്ടാകും, സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾ. മുൻകാലങ്ങളിലൊക്കെ ശബരിമലയിൽ നിന്നൊക്കെ വലിയ കാര്യങ്ങൾ പലതും കട്ടുകൊണ്ടുപോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര എളുപ്പമല്ല അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെ പലരെയും പിടിച്ചിട്ടുമുണ്ട്. അത്ര എളുപ്പമല്ല ഒന്നും ആരിൽ കട്ടുകൊണ്ടു പോകാൻ. പക്ഷേ ഇത് ഒരു സ്വർണ്ണപ്പാളി തന്നെ ഈ രീതിയിൽ ഒരാൾക്ക് കൊടുത്തുവിട്ടു, അത് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. മാത്രവുമല്ല, ഈ സ്വർണ്ണ നാണയങ്ങളടക്കം സമർപ്പിക്കപ്പെടുന്ന കണക്കുകൾ ശരിയായി സൂക്ഷിക്കുന്നില്ല എന്ന വിമർശനം ഹൈക്കോടതി തന്നെയാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായി ഹൈക്കോടതി വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയില്ല. ഏതെങ്കിലും തെളിവുകളോ പരാതികളോ അവർക്ക് ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് മുഴുവൻ ഇതിൻ്റെ കണക്കെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും കടത്തിക്കൊണ്ടുപോകാൻ ഇയാൾ കൊണ്ടുപോയത് തന്നെ സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാൾ 2019 കൊണ്ടുപോയത്. പക്ഷേ നടപടിക്രമങ്ങളുടെ പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ വലിയ അലംഭാവമുണ്ട് എന്ന് കോടതി കൂടി പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് പോകും. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയുടെ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമുണ്ട്. ആ കാര്യങ്ങൾ കൂടി നടക്കുകയാണ്. ഏതായാലും ദേവസ്വം ബോർഡും കൂടി മറുപടി പറയേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരം അവതാരങ്ങൾ ഇപ്പോഴും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? 2006 ജി സുധാകരൻ ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആദ്യം നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്ന് ശബരിമലയിൽ പലരും സ്വാമിയുടെ ആളുകളെന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്, വലിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്, അവരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കുമെന്നൊരു പ്രഖ്യാപനം ജി സുധാകരൻ നടത്തി. നമുക്കറിയാം, ഭരിച്ച വകുപ്പുകളിലൊക്കെ അഴിമതി ഇല്ലാതാക്കിയ ഇത്തരം അവതാരങ്ങളെയൊക്കെ ആട്ടിപ്പായിച്ച ഒരു മന്ത്രി കൂടിയായിരുന്നു ജി സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന് പോലും ശബരിമലയിൽ ആ രീതിയിൽ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തരം അവതാരങ്ങളെ, അയ്യപ്പൻ്റെ അടുത്ത ആളുകളായി അവിടെ നിൽക്കുന്ന എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും ദേവസ്വം മന്ത്രിയേക്കാളും തന്ത്രിയേക്കാളും ഒക്കെ പ്രാധാന്യത്തോടെ അവിടെ രാജാക്കന്മാരായി വാഴുന്ന പല ആളുകളുമുണ്ട്. അവരെയൊന്നും അവിടെ നിന്ന് പുറത്താക്കാൻ ജി സുധാകരൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴും ഇത്തരം തുടർച്ചയായി ശബരിമലയിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡിനകത്ത് തന്നെ അല്ലെങ്കിൽ ആ ജീവനക്കാർക്കിടയിലും ഒക്കെ ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കിലോമീറ്ററുകളോളമൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി ശബരിമലയിൽ എത്തി അയ്യപ്പന് കാണിക്കയായി ചാർത്തുന്ന നൽകുന്ന സ്വർണം
രജിസ്റ്റർ പോലും ഇല്ലാതെ ചാക്കിൽ കെട്ടിയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം മാറ്റം വേണമെന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡും അധികൃതരുമൊക്കെ ഇന്നലകളെ ചൂണ്ടിക്കാണിച്ച് തടി തപ്പുകയല്ല വേണ്ടത്. പുതിയ സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ ചേർത്തലയിലേക്ക് എത്തുമ്പോൾ അവിടെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങാനായി സുഹൃത്തായ സതീശൻ ബിന്ദുവിന് നൽകിയ അഡ്വാൻസ് തുകയായ 1.5 ലക്ഷം രൂപ കൈക്കലാക്കാനാണ് സെബാസ്റ്റ്യൻ കൊല നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിൽ ആയിരുന്നു ബിന്ദു താമസിച്ചിരുന്നത് എന്ന് സതീശൻ നേരത്തെ തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരുന്നു. ബിന്ദുവിനെ കിടപ്പുമുറിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം മൃതദേഹം രക്തം കട്ട പിടിക്കും വരെ സൂക്ഷിച്ചു. പിന്നീട് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു എന്നും ക്രൈംബ്രാഞ്ചിനോട് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഒരു പക്ഷേ സിനിമകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഈ സെബാസ്റ്റ്യൻ എന്നത്. അത്രമേൽ ക്രൂരമായി തന്നെ ആയിരിക്കാം പലരും കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇപ്പോൾ അതിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ കണ്ടെത്തലുകളിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇവിടെ 1.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ തുകയും ആണല്ലോ ശരണ്യ. അഭിലാഷ്, നമുക്കറിയാം ബിന്ദു പത്മനാഭൻ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായിരുന്നു സതീശൻ എന്ന വ്യക്തി. സതീശന് നൽകിയ ഭൂമി ഇടപാടുകൾ 2006 കാലയളവിലാണ് സതീശനുമായി ബിന്ദു പത്മനാഭൻ ഭൂമി ഇടപാടുകളിലേക്ക് കടക്കുന്നത്. ഈ 2006 ബിന്ദു പത്മനാഭനെ 2006 തൊട്ട് ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെ ഉള്ള ബിന്ദു പത്മനാഭൻ, ആ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ട ബിന്ദു പത്മനാഭൻ ഈ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ച നിർണായകമായ കുറ്റസമ്മത മൊഴിയിൽ ജൈനമ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ പിടിയിലാകുന്നതോടുകൂടിയാണ് ആ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു കുറ്റസമ്മതം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ അതിന് ഉള്ള കാരണമായുള്ള കാര്യമാണ് നേരത്തെ നമ്മളോട് സതീശൻ വെളിപ്പെടുത്തിയതുപോലെ 1.5 ലക്ഷം രൂപ താൻ സെബാസ്റ്റ്യൻ അഡ്വാൻസ് നൽകിയിരുന്നു അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങുന്നതിനായി. അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ അഡ്വാൻസ് കരാർ ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം ബിന്ദു തന്നെ നേരിട്ട് വന്ന് കണ്ടു. അത് സെബാസ്റ്റ്യനുമായിട്ടാണ് വന്നത്. പള്ളിപ്പുറത്തെ തൻ്റെ ലോഡ്ജിൻ്റെ മുന്നിലെത്തി കാറിൽ ബിന്ദു ഇരുന്നു, ഡോക്യുമെന്റ്സ് തന്നു. അതിനുശേഷം പിറ്റേ ദിവസം, അന്ന് രാത്രി ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ താൻ അവിടെ ചെല്ലുമ്പോൾ ബിന്ദു പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നു എന്ന് നിർണായകമായ വിവരം സതീശൻ നൽകി. അതിൽ തന്നെ ആ ഭൂമി വിൽപ്പന നടന്നതിന് ശേഷം ഭൂമിയുടെ പ്രോപ്പർട്ടി കാണുന്നതിനായി സതീശനും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് പോയത്. അതിനുശേഷം തിരികെ വന്ന് ബിന്ദു പത്മനാഭൻ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി എന്നുള്ളതാണ് സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സതീശൻ നൽകിയ തുക കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് അന്ന് രാത്രി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ബിന്ദു പത്മനാഭനെ, ബിന്ദു ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, മദ്യപിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനുമായിട്ട് പള്ളിപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ആ രാത്രി ഈ 1.5 ലക്ഷം രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ രക്തം കട്ടപിടിക്കുന്നതിനായി മൃതദേഹം സൂക്ഷിച്ചു. രക്തം കട്ടപിടിക്കുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ മുറിച്ച് പല കഷ്ണങ്ങളായി വീടിൻ്റെ പിൻഭാഗത്ത് പല കുഴികളിലായി എടുത്ത് മൂടി എന്നുള്ളതാണ്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇയാൾ പുറത്തെടുത്ത ശേഷം കത്തിച്ചു കളയുകയായിരുന്നു ചെയ്തതെന്ന അടക്കമുള്ള നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ അതിക്രൂരനായ കൊലപാതകി അല്ലെങ്കിൽ അതിക്രൂരനായ കുറ്റവാളി എന്നാണ് സെബാസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞത്. കാരണം അയാൾ വളരെ ആരോഗ്യവാനാണ്. പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അയാൾ വളരെ ആരോഗ്യവാനാണ്. ഒപ്പം ഇയാളുടെ ഒരു രീതി, ഇത് ഇമജിമാത്ത കുറ്റവാളി എന്നുള്ളതാണ്. ആ നോട്ടത്തിൽ തന്നെ അയാൾ അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതിരിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പല ചോദ്യം ചെയ്യൽ മുറകളോടും അയാൾ ഇപ്പോൾ കൈ ഉയർത്തി മണിക്കൂറുകളോളം നിൽക്കാൻ പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏറെ വ്യത്യസ്തനായിട്ടുള്ള, ഏറെ വ്യത്യസ്ത മാനസിക തലങ്ങളുള്ള ഒരു കുറ്റവാളി എന്നുള്ളതാണ് സെബാസ്റ്റ്യനെ കുറിച്ച്
അന്വേഷണ സംഘം പറഞ്ഞത് ഹിപ്നോട്ടിസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിർണായകം സതീശൻ നമ്മളോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ വളരെയധികം വർഷങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്ന, വളരെയധികം സ്നേഹമുണ്ടായിരുന്ന 3 ഏക്കറോളം വരുന്ന ബിന്ദു പത്മനാഭൻ്റെ ഭൂമി വിൽപ്പനയിൽ എല്ലാം ഇടനിലക്കാരനായി പണം കൈപ്പറ്റിയിട്ടുള്ള സെബാസ്റ്റ്യനാണ് ഏറ്റവും ഒടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി കഴിഞ്ഞു. ശരി, അവിടെ ശരണ്യ, നമ്മൾ നേരത്തെയും ഈ സതീശനുമായുള്ള ഇടപാടുകളും സംശയകരമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയല്ലേ? അതായത് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകിയ തുകയാണ്. അഡ്വാൻസ് നൽകുമ്പോൾ ഒരു ഭൂമിയുടെ ഇടപാട് പൂർണ്ണമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ അഡ്വാൻസ് ലഭിച്ചപ്പോൾ തന്നെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ ഭൂമി ഇടപാട് സതീശൻ ആരുമായിട്ടാണ് നടത്തിയത്? സതീശന് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അതും മറച്ചു വെച്ചോ? അത്തരം സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ശരണ്യ? സതീഷ്, നമ്മളുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണ സംഘം സതീഷിൻ്റെ വീട്ടിലും ലോഡ്ജിലും ഒക്കെ റെയ്ഡ് നടത്തിയത് സതീഷിനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് അവർ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സതീശൻ ഈ സ്ഥലം വാങ്ങുന്നത് ബിന്ദു പത്മനാഭനുമായുള്ള എഗ്രിമെൻ്റ് 6 മാസമായിരുന്നു. ഈ 6 മാസം കാലാവധി പൂർത്തിയാക്കിയ ശേഷം ബിന്ദു പത്മനാഭനെതിരെ സതീശൻ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയി എക്സ്പാർട്ടി വിധിയിലൂടെയാണ് ഇയാൾ ഈ ഭൂമി സ്വന്തമാക്കുന്നത്. ആ ഭൂമി സ്വന്തമായി കിട്ടിയ ഘട്ടത്തിൽ തന്നെ ഇയാൾ ആ കേസ് വാദിച്ച ആലപ്പുഴയിലെ പ്രമുഖനായ അഭിഭാഷകൻ, സതീശൻ പറഞ്ഞത് ഹരിഹരപുത്രൻ എന്ന അഭിഭാഷകന്റെ സഹോദരൻ രാമകൃഷ്ണൻ ആ ഭൂമി വിറ്റു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ഭൂമി എന്തുകൊണ്ട് അയാൾ ഇത്രയും കേസ് പറഞ്ഞ് സ്വന്തമാക്കിയ ഭൂമി കേസ് വാദിച്ച അഭിഭാഷകന് തന്നെ വിൽക്കുന്നു, തനിക്കതിൽ ലാഭം കിട്ടിയെന്ന് പറയുന്നു. ഇനി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബിന്ദു പത്മനാഭൻ തന്നെ ഒരു നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു, ഈ 6 മാസത്തിനിടയിൽ വിളിച്ചത്. പക്ഷേ ഈ സതീശൻ അഡ്വാൻസ് നൽകിയ അന്നത്തെ ദിവസം തന്നെ ബിന്ദു കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോൾ ആരുടേതായിരുന്നു? അല്ലെങ്കിൽ സതീശൻ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം, ബിന്ദു പത്മനാഭൻ്റെ പേരിൽ കോടതിയിൽ കെട്ടിവെച്ച തുക, ഈ സ്ഥലം വിൽപ്പന എക്സ്പാർട്ടി വിധിയായിരുന്നല്ലോ, അപ്പോൾ കോടതിയിൽ ബാക്കി ഇതിൻ്റെ തുക കെട്ടിവെച്ചിരുന്നു. ആ തുക ബിന്ദു പത്മനാഭൻ റിസീവ് ചെയ്തെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. സതീശൻ ഈ ബിന്ദു അപായപ്പെട്ടു പോയിരുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് സതീശൻ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത്തരമൊരു അന്വേഷണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ആരും പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയൊരു നിഗൂഢത എന്ന് പറയുന്നത്, ഈ സെബാസ്റ്റ്യൻ കൊലപാതകമൊക്കെ നടത്തിയത് ഒറ്റക്കാണെന്നുള്ളൊരു അസസ്മെൻ്റാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഇയാൾ ഈ സ്ത്രീകളെ കൊണ്ടുവരുന്നതും കൊലപ്പെടുത്തിയെന്നൊക്കെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ധാരണ ഉണ്ടെങ്കിൽ പോലും അത് എപ്പോൾ എങ്ങനെയെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ആ പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സ്ത്രീകളെ എല്ലാം അയാൾ കൊണ്ടുവരികയും ആ ബന്ധങ്ങളൊക്കെ പലരും രഹസ്യമായി വെക്കുകയും അതിനകത്ത് പള്ളിപ്പുറത്തെ വീടിനകത്ത് അരുങ്കൊല ചെയ്യപ്പെടുകയുമായിരുന്നു ചെയ്തതെന്നുള്ളതാണ്. അത് ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സെബാസ്റ്റ്യൻ മറ്റാരെയും അടുപ്പിക്കാറില്ല, താൻ മാത്രം ചെയ്തതെന്നുള്ള ഒരു തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായി അത് സൂക്ഷിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എന്തായാലും ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ പോലീസിന് ചോദ്യം ചെയ്യുമ്പോൾ പോലും ഇയാളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. ഇടയ്ക്കെപ്പോഴോ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ശരണ്യ, ഈ കുട്ടിയെക്കുറിച്ച് മാത്രമാണ് അയാൾക്കൊരു എപ്പോഴെങ്കിലും അയാളുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നുവെങ്കിൽ അത് സ്വന്തം കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എന്ന്. ഇനിയും മറ്റ് തിരോധാനങ്ങളുണ്ടല്ലോ, ഐഷയുടേത്, ജൈനമ്മയുടേത്, നമ്മൾ തന്നെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏലിയാമ്മയെ പോലെയുള്ളവരുടേത്. ഇതിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് എത്തിപ്പെടുക എന്നത് അപ്പോൾ ഏറെ ശ്രമകരമായിരിക്കുമല്ലേ? ഐഷ തിരോധാന കേസിൽ ഉടനെ തന്നെ ഒരു 302 അടക്കം വകുപ്പുകൾ ചുമത്തുമെന്നുള്ളത് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഐഷ കേസിലും ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് അന്വേഷണ സംഘത്തിന് നീക്കം. ഇന്നാണിപ്പോൾ സെബാസ്റ്റ്യൻ്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായിരുന്നത് ബിന്ദു കേസിൽ. പക്ഷേ ഇന്നലെ തന്നെ അയാളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി വിയ്യൂറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിയ്യൂർ ഇയാളുടെ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുറിവ്, ആ പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉടനെ തന്നെ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ടും ഐഷയുടെ കേസിലെയും വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 302 അടക്കമുള്ള വകുപ്പുകളാക്കിക്കൊണ്ട് തന്നെ അയാളെ വീണ്ടും ഫോർമൽ അറസ്റ്റിലേക്ക് ഐഷ കേസിലും കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഐഷ കേസ് വളരെ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളിലൊക്കെ കാലപ്പഴക്കമായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ നമ്മൾ റോസമ്മ അടക്കമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് റോസമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണ സംഘം ഇനിയും ചോദ്യം ചെയ്യുന്നുള്ളതാണ്. കാരണം ഇവരിലൊക്കെ ഈ സ്ത്രീകളും ഈ സെബാസ്റ്റ്യനുമൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം
വളരെയധികം നിഗൂഢതയും ചുറ്റിപ്പറ്റി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. അതിനകത്ത് ഐഷ കേസിൽ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇയാളുടെ റിമാൻഡ് സമയം കൂട്ടുക എന്നുള്ള ഒരു നിയമം, അതിനുള്ളിൽ കുറ്റപത്രം ജയനമ്മ കേസിലടക്കം കുറ്റപത്രം സമർപ്പിച്ച് ഇയാളെ പൂർണ്ണമായി പൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, എന്തായാലും സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങളുടെ ചുരുൾ അഴിയുന്നുണ്ട്. ഇനിയും ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ മിസ്സിംഗ് കേസുകളുണ്ട്. അവർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് പോലീസിനും എത്താൻ സാധിക്കുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് BJP വക്താവ് പ്രിന്റു മഹാദേവിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. തൃശൂരിലെ വസതിയിൽ അടക്കമാണ് തെരച്ചിൽ നടത്തുന്നത്. BJP തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ വീടുകളിലും പോലീസ് റെയ്ഡ് നടത്തി. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ പോലീസ് പ്രിന്റുവിന് എതിരെ കേസ് എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ന്യൂസ് 18 ചർച്ചയിൽ ആയിരുന്നു രാഹുൽ ഗാന്ധിക്ക് നേരെ കൊലവിളി സംഭാഷണം പ്രിന്റു നടത്തിയത്. പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിയമസഭയിലടക്കം പലപ്പോഴായി ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും നിയമസഭ പ്രക്ഷുബ്ധമാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പ്രിന്റുവിനെ പിടികൂടുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇതിൽ പ്രിന്റുവിനെതിരെ നടപടി വൈകുന്നു എന്നൊരു വലിയ ആരോപണമെല്ലാം തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഒരു മൃദു സമീപനം എന്ന രീതിയിലേക്ക് സർക്കാർ പോകുന്നു എന്ന രീതിയിലുള്ള വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇന്ന് നിയമസഭയിലും അത് ന്യൂസ് 18 വാർത്ത ഇത് ചർച്ചയായിരുന്നു. ന്യൂസ് 18 നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന വളരെ വിവാദമായ ഒരു പരാമർശം ഇയാൾ നടത്തുകയും ചെയ്തത്. തുടർന്ന് വലിയ രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇതിൻ്റെ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ പോലീസിലേക്ക് ഈ പരാതി നൽകുക നടപടി എന്ന രീതിയിലെല്ലാം തന്നെ വൈകിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാമംഗലം പോലീസിൽ ലഭിച്ച പരാതി KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയാണ്. അതിൽ തുടർന്ന് ഉടൻ നടപടി ഉണ്ടായെന്നാണ് ഇന്ന് മന്ത്രി MP രാജേഷ് അടക്കുന്ന വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിനുശേഷം പോലീസ് നടപടികൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് പ്രിന്റു മഹാദേവനെ തെരഞ്ഞുകൊണ്ട് ഇന്ന് പോലീസ് പരിശോധന നടത്തിയത്. തൃശ്ശൂരിലെ BJP നേതാക്കളുടെ വസതികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നതിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത്. ഇങ്ങനെ പലയിടങ്ങളിലും ഇദ്ദേഹം ഇതിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന പല സ്ഥലങ്ങളിലും തന്നെയും പോലീസ് പരിശോധനകൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ വിവാദ പരാമർശത്തിന് ശേഷം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. ഇതിനുശേഷം നൽകിയ പരാതിയിൽ കലാപാഹ്വാനം അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തന്നെ അമിത്ഷായ്ക്ക് BJP ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായ്ക്ക് അടക്കം കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ ഉടൻ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിന്റുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ BJPയിൽ നിന്ന് സംഘടനാപരമായ ഒന്നും ഈ പരാമർശത്തിന് അനുകൂലമായിട്ട് ലഭിക്കുന്നില്ല. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാകുന്നു ഇയാളുടെ ഒരു ശബ്ദമെന്നാണ്. കോൺഗ്രസ് ഇയാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചകളിലും ചാനൽ ചർച്ചകളിലോ ഒന്നും തന്നെ ആരും തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായൊരു പ്രതിഷേധം കോൺഗ്രസിനകത്ത് നിന്ന് ഇയാൾക്കെതിരെ തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. പോലീസ് മാർച്ച് തടഞ്ഞു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസും നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് അറിയാൻ കഴിയുന്നത് തൃശ്ശൂരിലെ പലയിടങ്ങളിലും തന്നെയാണ് പരിശോധന നടത്തിയതെന്നാണ്. തൃശ്ശൂരിലെ ഒരു സ്കൂളിൽ അധ്യാപകനാണ്, യു പി വിഭാഗം അധ്യാപകനാണ് പ്രിന്റു മഹാദേവൻ. മലപ്പുറം സ്വദേശിയാണ്. ഏതായാലും ഈ മേഖലകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, കഴിഞ്ഞ ദിവസം ആയിരുന്നു ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിൽ പ്രിന്റു മഹാദേവിന്റെ വിവാദപരമായ പരാമർശം ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് നേരെ കൊലവിളി പ്രസംഗമായിരുന്നു നടത്തിയത്. ദേശീയ തലത്തിലടക്കം ഈ വിഷയം ചർച്ചയാവുകയും കോൺഗ്രസ് ആ വിഷയത്തെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. സംസ്ഥാനത്തും സർക്കാരിനെതിരെ വലിയ വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചു. അതായത് RSSന്റെ BJPയുടെ നേതാവ് ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഭയമാണ് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. നിയമസഭയിലും വിഷയം പലപ്പോഴായി കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ കേസെടുത്ത പോലീസ് പ്രിന്റുവിനായി തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇനി പ്രിന്റും മറ്റ് നിയമ നടപടികളിലേക്ക്, ഒരു പക്ഷേ മുൻകൂർ ജാമ്യമോ അത്തരം നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നതിലുമൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്.
അങ്കമാലി മൂക്കന്നൂരിൽ നടു റോഡിൽ വെച്ച് ഭാര്യയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. ശ്രീമൂല നഗരം സ്വദേശിനി റിയയ്ക്കാണ് കുത്തേറ്റത്. റിയയെ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് മൂക്കന്നൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ജിനു ആണ് ഭാര്യയെ കുത്തിയത്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ജിനു ഇപ്പോൾ ഒളിവിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊരു അക്രമത്തിലേക്ക് കലാശിച്ച സാഹചര്യം എന്തായിരുന്നു എന്നതിൽ വ്യക്തതയുണ്ട്. അഭിലാഷ്, ജിനുവിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലി മൂക്കന്നൂർ വെച്ചാണ്. ഇരുവരും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ്. അതിനിടയിൽ മാസത്തിൽ ഒരു ദിവസം കുട്ടിയെ കാണാൻ ഈ ഭാര്യയായിട്ടുള്ള റിയയ്ക്ക് അനുമതി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ റിയ കുട്ടികളെ കാണുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. 10ലും 8ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് ഇരുവർക്കുമുള്ളത്. ഇങ്ങനെ കുട്ടിയെ കാണുന്നതിന് വേണ്ടി വിദേശത്ത് നിന്നും വന്ന സമയത്താണ് ഈ ഒരു ആക്രമണം മുൻ ഭർത്താവിൽ നിന്നും ഉണ്ടായത്. ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് റിയയെ 3 തവണ കുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ റിയയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുമുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് മൂക്കന്നൂർ ഫെറോനോ പള്ളിക്ക് പുറകു വശത്ത് വെച്ച് ഈ ഒരു ആക്രമണം റിയയ്ക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇരുവരും തമ്മിൽ വേർപിരിയലിന്റെ കോടതി നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിനിടയിലാണ് മാസത്തിൽ ഒരു ദിവസം കുട്ടികളെ കാണുന്നതിന് വേണ്ടി കോടതി റിയയ്ക്ക് അനുമതി നൽകിയിരുന്നു. അങ്ങനെ ആ കുട്ടികളെ കാണുന്നതിന് വേണ്ടി വരുമ്പോഴാണ് ഇങ്ങനെ അക്രമം ഉണ്ടായത്. എന്താണ് ഇങ്ങനെ ആക്രമണത്തിന് പിന്നിലുള്ള പ്രകോപനമെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും പ്രതിയെ പിടികൂടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. ഇരുവരും തമ്മിലുള്ള വിവാഹമോചന കേസ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടോ എന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും അതിക്രൂരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റിയയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ നവമി, ഒരു കാര്യം കൂടിയുള്ളത്, ഈ ജിനുവിൻ്റെ ഒരു പശ്ചാത്തലവും, അതായത് ഇവർ വേർപിരിയാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? ജിനു ഇങ്ങനെ ഒരു ആക്രമണ സ്വഭാവമുള്ള ആളാണോ? നേരത്തെ തന്നെ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ നവമി? അഭിലാഷ്, പോലീസ് അത്തരത്തിൽ കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഈ സംഭവം നടന്നതെന്ന് മാത്രമേ അറിയൂ. റിയ ആശുപത്രിയിലുമാണ്, ജിനു ഒളിവിലാണ്. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനം നടത്തിയത്, അല്ലെങ്കിൽ എന്തിനാണ് റിയയെ കുത്തിയതെന്ന് പോലീസിനും അറിയില്ല. എന്നാലും റിയയുടെ കുടുംബത്തിന്റെയും റിയയുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന് പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇയാളെ പിടികൂടിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത കൈവരികയുള്ളൂ. ഇയാളുടെ ഒരു പശ്ചാത്തലം ഏത് വിധത്തിലാണെന്നും നമുക്ക് അറിയില്ല. ഈ മുമ്പും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ബന്ധുക്കളടക്കം പറയുന്നത്. പക്ഷെ അതിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോഴത്തെ ഈ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടോ? റിയയുടെ അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? റിയയ്ക്ക് 3 കുത്താണ് ഏറ്റതെന്നാണ് പോലീസ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. കഴുത്തിനും വയറിനും ആണ് ഗുരുതരമായി പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ തോളിന്റെ ഒരു ഭാഗത്തും കുത്തേറ്റിട്ടുണ്ട്. വയറിനേറ്റ കുത്ത് അല്പം ആഴത്തിലുള്ളതാണ്. എന്തായാലും ആശുപത്രിയിലാണ്. അപകടനില തരണം ചെയ്തു എന്ന് തന്നെ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരുകയാണ്. പെട്ടെന്ന് തന്നെ ആളുകൾ ഇത് കാണുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വേഗം തന്നെ റിയയെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും നാട്ടുകാർക്ക് കഴിഞ്ഞു. സംഭവം നടത്തിയതിനു ശേഷം, ഭാര്യയെ കുത്തിയതിനു ശേഷം സ്ഥലം വിട്ട പ്രതിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഉടനെ തന്നെ പ്രതിയെ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജിനു ഒളിവിൽ ആണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഇവർ വേർപിരിയാൻ തീരുമാനിച്ച അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുവതിയുടെ പരിക്ക് അത്രമേൽ ഗുരുതരമല്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമാകുന്ന ഒന്ന്. മറ്റ് വാർത്തകളിലേക്ക് പോകാം വേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല.
എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത യുവ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച CPIM പ്രവർത്തകർക്ക് കൂട്ടപ്പരോൾ. കേസിലെ ഒന്നാം പ്രതി A. പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുത് എന്ന് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെ ആണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ആണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. സംഭവത്തിൽ പ്രതിഷേധവുമായി രക്തസാക്ഷികളുടെ കുടുംബവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്ത് വന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് CPMൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി, ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നു. KV ബൈജുവാണ് ചേരുന്നത്. ബൈജു, പ്രതികൾ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്, CPMന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നും ഇതിൽ ഇല്ല. എത്ര ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്? പ്രതിഷേധങ്ങൾ ഏത് നിലയിലാണ്? അഭിലാഷ, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ കേസിലെ ഒന്നാം പ്രതിയായ A. പീതാംബരനാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ വ്യവസ്ഥയുള്ളത് കല്ലോട്ട് പ്രദേശം ഉൾപ്പെടുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ കേസിലെ 2ാം പ്രതിയായ സജിക്ക് നേരത്തെ ഇത്തരത്തിൽ പരോൾ അനുവദിച്ചിരുന്നു. അതോടൊപ്പം 7ാം പ്രതി അശ്വിനും നേരത്തെ പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം 8ാം പ്രതി സുബീഷ് വെളുത്തോളി, 4ാം പ്രതി K. അനിൽകുമാർ, ഇവർക്കായിരുന്നു ആദ്യം പരോൾ അനുവദിച്ചത്. പിന്നീട് ഇതിനെ തുടർന്ന് ഓരോ പ്രതികൾക്കും ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പീതാംബരൻ, അതായത് ഈ കേസിലെ ഏറ്റവും 1ാം പ്രതി എന്ന് പറയുന്ന പീതാംബരൻ തന്നെ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു. ഇതിനെതിരെ ഈ കുടുംബം, അതായത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പറയുന്നത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അതിന് ഉത്തരവാദി സർക്കാരായിരിക്കുമെന്നാണ്. കാരണം ഈ പ്രദേശങ്ങളിൽ 2017 ഫെബ്രുവരി 17 ഈ ഒരു വലിയ തോതിലുള്ള ഈ നാടിനെ നടുക്കിയ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വലിയ തോതിലുള്ള സംഘർഷം ഈ പെരിയ, കല്ലോട്ട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികൾ ഈ സ്ഥലത്ത് എത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയ്ക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാഹചര്യം
സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പ്രവർത്തകരെ പിരിച്ചുവിടാൻ അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വളരെ ഗൗരവമായ ഒരു കാര്യം, ബേക്കൽ പോലീസ് ഇത്തരത്തിൽ പ്രതികൾക്ക് പരോൾ അനുവദിക്കുക എന്നത് ക്രമസമാധാന പ്രശ്നത്തിൽ ഇടയാക്കുമെന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പോലും അവഗണിച്ചാണ് ജയിൽ ഉപദേശക സമിതി ഇപ്പോൾ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ഏറ്റവും ഒടുവിൽ സർക്കാർ ഇവർക്ക് പരോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ പ്രദേശത്ത് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് ഏതെങ്കിലും തരത്തിൽ വലിയ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെ അതിൽ മുൻകരുതൽ എന്ന നിലയിൽ പോലീസ് കൂടുതൽ ഈ പോലീസ് വിന്യാസം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പേർ ഈ പരോൾ അനുവദിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിലെ തന്നെ മറ്റു പ്രതികൾ അവർക്കും ഉടൻ തന്നെ പരോൾ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. എന്തായാലും ഇപ്പോൾ ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും തന്നെ ഇപ്പോൾ പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ഇത്തരത്തിൽ മാതാപിതാക്കൾക്ക് അസുഖം അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് പരോൾ പ്രധാനമായും ഇപ്പോൾ നേടിയിട്ടുള്ളത്. എന്തായാലും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധത്തിനായി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് കൂടി പരോൾ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ ഇപ്പോൾ ബൈജു ഈ സൂചിപ്പിക്കുന്ന പോലെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോൾ ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ അടിയന്തരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ, മരണസംബന്ധമായ വിഷയങ്ങൾ, വിവാഹം പോലെയുള്ളവ, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പ്രതികൾക്കെല്ലാവർക്കും ഒരേ സമയം ഒരുപോലെ കുടുംബാവശ്യങ്ങളൊക്കെ വരിക, അങ്ങനെ പരോൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇത് ഒരുതരം രാഷ്ട്രീയമായ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതായി വരുന്നത്? തീർച്ചയായും അഭിലാഷെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഈ കേസിൽ 4 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതായത് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക്, അതായത് CPM-ന്റെ സജീവ നേതാക്കളാണ്. ഇവരെ ഈ ജയിലിൽ നിന്നും ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് EP ജയരാജൻ ഉൾപ്പെടെ എത്തി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയതാണ് പെരിയ ഇരട്ട കൊലപാതക കേസ്. ഏറ്റവും ഒടുവിൽ ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. അത്തരത്തിലൊരു കാര്യങ്ങൾ വരുമ്പോഴും വലിയ വാർത്താ പ്രാധാന്യം, കാരണം ആ കുടുംബങ്ങളൊക്കെ ആ കണ്ണീരുമായി അവരുടെ സ്മൃതി മണ്ഡപത്തിലെത്തുന്ന ഒക്കെ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വലിയ തോതിൽ സംഘർഷമുണ്ടായി. മാത്രമല്ല ഈ പെരിയ കല്ലോട്ട് പ്രദേശങ്ങളിൽ വലിയ തോതിൽ സംഘർഷം, അത് ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സംഘർഷ പരമ്പര തന്നെയായെന്ന് പറയേണ്ടി വരും. പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി, വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും വലിയ തോതിൽ ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇതൊരു വഴിവിട്ട പരോൾ എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്, കുടുംബവും ആരോപിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും ഉൾപ്പെടെ വളരെ വേഗത്തിൽ തന്നെ പരോൾ ലഭിക്കുന്നു. അതായത് 2 പേർ പരോൾ പുറത്തിറങ്ങി 1 മാസം കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും അടുത്ത ആളുകൾ പരോളുമായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് നമ്മൾ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി A പീതാംബരനാണ് ഇപ്പോൾ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് ഏതെങ്കിലും തരത്തിൽ ഈ കൂടുതൽ പരോൾ ഇങ്ങനെ അനുവദിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും ഒക്കെ പരോൾ അനുവദിക്കുന്നത് വലിയ ക്രമസമാധാന പ്രശ്നത്തിന് ഇടയാക്കുമെന്ന ഒരു റിപ്പോർട്ട് പോലും നിലനിൽക്കുകയാണ്. ജയിൽ ഉപദേശക സമിതി ഇത്തരത്തിലൊരു ശുപാർശ ഇവർക്ക് പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്നതും സർക്കാർ ഇതിന് അനുകൂല തീരുമാനമെടുക്കുന്നതും. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികൾക്ക് അത് കേസ് നടത്തിപ്പിനായാലും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ഓരോ ഇതിന്റെ ഘട്ടങ്ങളിലും. ഇപ്പോഴും സർക്കാർ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്, കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും നിയമപരമായി കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയമായി നേരിടുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്, പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. DCC പ്രസിഡന്റാണ് നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ സംസാരിച്ചത്. ഏതായാലും അത്തരത്തിൽ DCC തന്നെ ഇത് ഏറ്റെടുത്തൊരു വിഷയമാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ ഒരു ആശങ്കയിലാണ്. കാരണം
ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുമെന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇരട്ട ജീവപര്യന്തം തന്നെ കൊച്ചി CBI കോടതി ഇവർക്ക് വിധിക്കുന്നതും. ഇതിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് 5 വർഷം തടവിനാണ് ശിക്ഷ വിധിച്ചിരുന്നത്. ബാക്കി എല്ലാ പ്രതികൾക്കും ഇത്തരത്തിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കൂട്ട പരോൾ ഇതിലിപ്പോൾ ഇവർക്കുള്ള ശിക്ഷ വിധിച്ചിട്ട് ഈ വർഷം തുടക്കത്തിലാണല്ലോ, ആയിരുന്നല്ലോ ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷാവിധിക്ക് ഏതാണ്ട് 1.5 മാസത്തിന് ശേഷം തന്നെ പരോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതികൾ സമീപിച്ചത് അന്ന് വാർത്തകളിൽ നിറഞ്ഞൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഈ പരോൾ അനുവദിക്കുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ ശിക്ഷകൾ, അതായത് 2-3 വർഷത്തെ തടവിനൊക്കെ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോഴൊക്കെ പരോള് നേരത്തെ നൽകാറുണ്ട്. ഇതിപ്പോൾ ഈ ജീവപര്യന്തം, അതും ഇത്രമേൽ വലിയ ശിക്ഷ നൽകിയിട്ടുള്ള പ്രതികൾക്ക് സാധാരണ നിലയിൽ അവർ ജയിലിലായാൽ ഉടൻ തന്നെയൊന്നും പരോൾ ലഭിക്കാറില്ല. 1-2 വർഷത്തിന് ശേഷമൊക്കെയാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാറുള്ളത്. ഇതിപ്പോൾ ഒരു ശിക്ഷാ സംവിധാനം തന്നെ അതിനാണല്ലോ ഉള്ളത്. അതായത് കാഠിന്യം അനുസരിച്ച്, ശിക്ഷയുടെ വലിപ്പം അനുസരിച്ച്, കുറ്റത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെയാണ് ഇവർ ശിക്ഷിക്കുക. പക്ഷേ ഇത് മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്ന, പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുമല്ലോ ബൈജു. തീർച്ചയായും അഭിലാഷ്, ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരിയിലാണ് ഈ കേസിൽ ഇവരെ ശിക്ഷിച്ചുകൊണ്ട്, അതായത് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് CBI കോടതി വിധി വരുന്നത്. അതിന് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഈ പരോൾ അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിലൊരു പരോൾ ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ നൽകുന്നു. സർക്കാർ അതിന്മേൽ എടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് വലിയ വാർത്തയായതും പിന്നീട് അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും ഇതിലെ ഓരോ പ്രതികളും പല കാരണങ്ങളും പറഞ്ഞും ഇത്തരത്തിൽ പരോൾ നേടുന്ന ഒരു സാഹചര്യമായിട്ടത്. ഏതായാലും ഈ ജയിലിൽ കഴിയുന്ന ഇങ്ങനെയുള്ള തടവുകാർക്ക് പരോൾ നൽകുന്നത് സാധാരണയാണ്. പക്ഷേ അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നൽകുന്ന പരോൾ, അത് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രം നൽകുന്ന പരോൾ, ഇവർക്ക് CPM പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇഷ്ടം പോലെ പരോൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ കേസിൽ നമ്മൾ കണ്ടതാണ്. അതേ സമാനമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ മാസങ്ങളിലും ഇതിൽ 1-2 പ്രതികൾ ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന സാഹചര്യം, പിന്നീട് അവർ തിരിച്ചു പോകുമ്പോൾ അടുത്ത 2 പേർ പുറത്തു വരുന്ന ഒരു സാഹചര്യം പരോളുമായി. എല്ലാവർക്കും 1 മാസത്തെ പരോളാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു വ്യവസ്ഥയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം അത് കല്ലോട്ടാണ്, വലിയ തോതിൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലമാണ്. ആ പ്രദേശത്ത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് വരുന്നത്. അവിടെ പ്രവേശിക്കരുതെന്ന ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. 1 മാസത്തേക്കാണ് ഇപ്പോൾ പീതാംബരന് ഇത്തരത്തിലുള്ള പരോൾ നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം 2 പേർ കൂടി ഇപ്പോൾ പരോളിന്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവരും 1-2 ദിവസത്തിനകം പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അങ്ങനെ ഇവർക്ക് യഥേഷ്ടം പുറത്തിറങ്ങാൻ സാധിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്വന്തം പിതാവിന് ഗുരുതരമായ അസുഖമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ആണ് ഇവർ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരോൾ സമ്പാദിക്കുന്നത്. അത് ഏതായാലും ഈ ജയിൽ ഉപദേശക സമിതിക്കാണ് ഇതിലൊരു ശുപാർശ നൽകാൻ കഴിയുക. എന്ത് വന്നാലും ഇത് സർക്കാരിനാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതും. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത് പ്രകാരമാണ് ഇവർക്ക് ഇത്തരത്തിൽ പരോൾ ലഭിച്ചതെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഇപ്പോഴും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് CPM പ്രവർത്തകരായ ഇവർക്ക് വഴിവിട്ട സഹായം, സർക്കാരിന് ഈ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആരോപണം ഉയരുന്നത്. അത് കുടുംബങ്ങളായാലും അത്തരത്തിലുള്ള ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഏത് രീതിയിലാണെന്നത് ഒരു ആലോചന ഇവർ നടത്തുന്നുണ്ട്. ഇന്നാണ് 1-ാം പ്രതിയായ പീതാംബരൻ ഇത്തരത്തിൽ പരോളും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. 1 മാസം പീതാംബരൻ പരോൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ തന്നെ 2 പേർ കൂടി പരോൾ ലഭിക്കും. കാരണം അവരുടെ അപേക്ഷയും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് ജയിൽ ഉപദേശക സമിതി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സർക്കാരാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും കൂടുതൽ പ്രതികൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്ന് പറയുമ്പോഴും കുടുംബം ഇതിൽ വലിയ ദുഃഖത്തിലാണ്. കാരണം നേരത്തെയൊക്കെ അവർ സൂചിപ്പിച്ചതാണ്, ഈ പ്രതികൾ ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഈ സർക്കാരിന്റെ ഭാഗത്ത് ഈ പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും നിയമസഹായം ഉൾപ്പെടെ
സാഹചര്യം ഉണ്ടായിരുന്നു. CBI അന്വേഷണം തടയാനുള്ള വലിയ തോതിലുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതെല്ലാം മറികടന്നാണ് ഈ ഒരു കുടുംബം ഇത്തരത്തിലുള്ളൊരു ഈ പ്രതികൾക്ക് ശിക്ഷ വാങ്ങുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതും ഒടുവിൽ അത് CBI കോടതി തന്നെ തരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് 5 വർഷം തടവാണ് ശിക്ഷിച്ചിരുന്നത്. അവർക്ക് കൂടുതൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ മേൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു അപ്പീൽ ഇവരിൽ നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ കൂട്ട പരോൾ എന്നതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അഭിലാഷ്. യെസ്, പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾ, അതും ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതികൾക്ക് ആണ് ഇപ്പോൾ പരോൾ അനുവദിക്കുന്നത്. അങ്ങനെ പരോൾ അനുവദിക്കരുത് എന്ന പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. കൊല്ലത്ത് കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മോഷണ കേസ് പ്രതികളായ അച്ഛനും മകനും പിടിയിൽ. വയനാട് മേപ്പാടിയിൽ നിന്നാണ് അയൂബ് ഖാൻ, മകൻ സെയ്ദലവി എന്നിവർ പിടിയിലായത്. 28-ന് പുലർച്ചെ കൊല്ലം കടയ്ക്കൽ ചുണ്ടയിൽ വെച്ച് പ്രതികൾ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾക്കെതിരെ വെഞ്ഞാറമ്മൂട് സ്റ്റേഷനിൽ അടക്കം നിരവധി കേസുകൾ ഉണ്ട്. എസ് വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷയെ, എപ്പോഴാണ് ഈ പ്രതികളെ പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്നാണ് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതും തുടർന്ന് അറസ്റ്റ് ഉണ്ടായതും. നമുക്ക് അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രതികൾ ആയിട്ടുള്ളത് അച്ഛനും മകനുമാണ്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് ഇവർ. ഇവരുടെ ഒരു മോഷണ രീതി തന്നെ വാഹനത്തിൽ കറങ്ങി നടന്ന് അതുപോലെ തന്നെ മോഷണം നടത്തുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ കടകളുടെ പൂട്ട് പൊളിക്കുക, അങ്ങനെ ഓടിളക്കി കടയ്ക്കുള്ളിൽ കയറുക, അങ്ങനെയൊക്കെ ചില മോഷണ രീതികളാണ് ഇവർക്കുള്ളത്. ഇവർ കുപ്രസിദ്ധ മോഷ്ടാക്കളാണ്. തിരുവനന്തപുരത്ത് ജില്ലാ പരിധിയിൽ തന്നെ നിരവധി സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുമുണ്ട്. ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഈ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ 5 കേസുണ്ട്. അതുപോലെ തന്നെ പാലോട് സ്റ്റേഷനിൽ തന്നെ 3 കേസുണ്ട്. അപ്പോൾ ഈ 3 കേസുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷണവുമായിട്ട് എത്തിയത്. അങ്ങനെ വയനാട് മാനന്തവാടിയിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. ഇവർ ഇവിടെ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടിയത്. അങ്ങനെ ഇവരെ അവിടെ നിന്നും പോലീസ് ജീപ്പിൽ പാലോടേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് ഈ അഞ്ചൽ കടക്കലിന് സമീപത്ത് വെച്ചിട്ട് ഈ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾ പറയുന്നു തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വാഹനം നിർത്തുന്നു. അങ്ങനെ കൈവിലങ്ങ് അഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറക്കി. അപ്പോൾ 2 പ്രതികളും ആ സമയം തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ അത് പോലീസിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പോലീസ് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലെത്തി. കാരണം ഒരു കാട് മൂടിയ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഒരു ഫാമും സമീപത്ത് ഒരു ഫാമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ പ്രതികൾ ഓടി മാറുകയായിരുന്നു. അപ്പോൾ ഇവർക്കായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഇവരെ വയനാട് വെച്ചും പിടികൂടിയിരിക്കുന്നത്. അച്ഛനെയും മകനെയും ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് പിടികൂടിയത്. പോലീസ് പാലോട് നിന്നും പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. എന്തായാലും ഈ പ്രതികൾ 2 പേരും പിടിയിലായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് എസ് വിനേഷ് നൽകിയത്. മാംഗ്ലൂരുവിൽ ജ്വല്ലറി ജീവനക്കാരനെ സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ ഉൾപ്പെടെ 5 അംഗ സംഘത്തെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോൾ ആയിരുന്നു കവർച്ച നടന്നത്. അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റു പ്രതികൾക്ക് വിവരം നൽകിയത് അനുസരിച്ച് 2 വാഹനങ്ങളിൽ എത്തിയ പ്രതികൾ മുസ്തഫയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, അതായത് ഈ ജീവനക്കാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു മോഷണം അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും അഭിലാഷ, ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന അത് രീതിയിലുള്ള അവസ്ഥയാണ് മംഗളൂരിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. അതായത് 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ് ഇത്തരത്തിൽ ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഇവർ കവർ ചെയ്തത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഉള്ളാൾ സ്വദേശികളായ ഫാരിഷ്, അതുപോലെ തന്നെ സൗഫാൻ, അർഫാത്ത് അലി, ഫറാസ്, ഹമ്പൻകട്ടിയിലെ ഈ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി. ഇങ്ങനെ 5 അംഗ സംഘത്തെയാണ് ഇപ്പോൾ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായത്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഇത് കാർ സ്ട്രീറ്റ് എന്ന് പറയുന്ന മംഗളൂരു നഗരത്തിൽ തന്നെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ 2 വാഹനങ്ങളിൽ, അതായത് 2 ബൈക്കുകളിലെത്തിയ ഈ സംഘം ഇങ്ങനെ ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് ഈ ജ്വല്ലറിയിലെ തന്നെ ജീവനക്കാർ മുസ്തഫ ഇങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുന്നുണ്ടെന്ന വിവരം ഈ കവർച്ചാ സംഘത്തിന് കൈമാറുകയായിരുന്നു. അങ്ങനെ കൃത്യമായി ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും ഈ സ്വർണം തട്ടിയെടുത്തതിന് ശേഷം ഇയാളെ അവിടെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. ഏറ്റവും ഒടുവിലായി ഈ സംഭവത്തിന്റെ കാർ സ്ട്രീറ്റിൽ നിന്നുള്ള ഈ CCTV ദൃശ്യമാണ് നിർണായകമായത്. ആ CCTV ദൃശ്യം പിന്തുടർന്ന് ഈ പ്രതികളെ പിടികൂടിയായിരുന്നു. ഈ കേസിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ 2 പേരുടെ ഫോട്ടോ മാത്രമാണ് പോലീസ് പുറത്തുവിട്ടുള്ളത്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. മറ്റുള്ളവരുടെ ഐഡന്റിഫിക്കേഷൻ നടത്താനുണ്ട്. ഏതായാലും ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം നഗരമധ്യത്തിൽ നടന്ന ഒരു കവർച്ച, അതും ഇത്തരത്തിൽ ബൈക്കുകളിലെത്തി വലിയ തോതിൽ ഭീതി ഉണ്ടാക്കി ഇവരെ തട്ടിക്കൊണ്ടുപോയി കവർച്ച ചെയ്ത സംഭവം 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റാണ് ഇങ്ങനെ ഇവർ കവർച്ച നടത്തിയത്. എന്നാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ കടയിലെ തന്നെ, ഈ ജ്വല്ലറിയിലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് പറയുന്നത് ഈ ജീവനക്കാരൻ, അതായത് ഈ ജ്വല്ലറിയിലെ ജീവനക്കാരനായ ഒരാൾ തന്നെ, ഈ പ്രായപൂർത്തിയാകാത്ത വ്യക്തി തന്നെ ഈ സംഘങ്ങൾക്ക് വിവരം കൈമാറുകയായിരുന്നു. ഇങ്ങനെ മുസ്തഫ 1.5 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വിവരം നൽകുന്നു. അതേ തുടർന്ന് ഈ സംഘം എത്തുകയും ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് കൈക്കലാക്കിയതിനു ശേഷം ഇയാളെ അവിടെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജ്വല്ലറിയിലെ മറ്റ് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ആസൂത്രണം ചെയ്തതിൽ ആരെങ്കിലും കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ പിടിയിലായിരുന്ന ഒരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. അഭിലാഷ്, സിനിമാ സ്റ്റൈലിൽ ഉള്ള മോഷണം ആയിരുന്നു നടന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. പക്ഷേ പുതിയ കാലഘട്ടം ആണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് അവർ പിടികൂടപ്പെടും എന്ന് എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത് എന്നതാണ് സംശയം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.